ഇതിനോടൊപ്പം ഞാൻ ഈ മാധ്യമത്തിൽ കൂടി ഉണ്ടായിരിക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിന് അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് ഇടങ്ങളിൽ വാർത്ത വരുന്നു, തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദി ഈ സർക്കാർ കൊച്ചിയിലേക്ക് മാറ്റാൻ പോകുന്നു, തിരുവനന്തപുരത്തിന് അത് നഷ്ടമാകുന്നു എന്ന തരത്തിലൊക്കെയുള്ള പ്രചരണം ഉണ്ടാകുന്നുണ്ട്. അത് അടിസ്ഥാനരഹിതമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഈ വർഷവും ഡിസംബറിൽ IFFK തിരുവനന്തപുരത്ത് തന്നെ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ വേദി മാറില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഫിലിം സിറ്റി, അത് വരാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകയാകുന്ന ഒരു ഫിലിം സിറ്റി ആയിരിക്കും. മലയാള സിനിമയും മറ്റ് ഭാഷാ സിനിമകൾക്കും അതിൻ്റെ ഷൂട്ടിങ്ങിന് അടക്കമുള്ള സൗകര്യങ്ങളുള്ള ഒരു വലിയ സംരംഭമായിരിക്കും. അത് കൊച്ചിയിലുമായിരിക്കും. അപ്പം IFFK തിരുവനന്തപുരത്തായിരിക്കും, ഫിലിം സിറ്റി കൊച്ചിയിലായിരിക്കും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണ്. സിനിമ വ്യവസായമാക്കുക എന്ന എത്രയോ കാലത്തെ ചലച്ചിത്ര മേഖലയിലെ സംഘടനകളുടെ ആവശ്യത്തെ നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് സംഘടനയിലെ കാര്യങ്ങളും എല്ലാം അവർ തന്നെ വേഗം പരിഹരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇല്ല, അതൊന്നും ഞാൻ ഒന്നാമത് ഇല്ല ഞാൻ പറയും. ഇതിപ്പോൾ അതിനകത്ത് ആഭ്യന്തര കാര്യമാണ്. അവിടെ എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. ഒരു സംഘടനയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂവിൽ നമ്മൾ അഭിപ്രായം പറയുന്നതിനകത്ത് അതിൽ ഒന്നാന്തരം അനൗചിത്യമുണ്ട്.